ഒന്ന് ഇങ്ങോട്ട് നോക്കിയ മൊട്ട തലയാ. അയ്യോ, വെറും 14 വയസ്സുകാരനായ തോമസ് നിർമ്മിച്ച റോബോട്ട്. തോമസ് നേടിയിട്ടുള്ള കരസ്ഥമാക്കിയിട്ടുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ്. എഡ്ജിറോവർ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടക്കടുത്ത് ചേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തോമസിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. വെറും 14 വയസ്സുകാരൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയിട്ടുള്ള തോമസിന്റെ വിശേഷങ്ങള്, തോമസ് നിർമ്മിച്ചിട്ടുള്ള റോബോട്ട്. ഈ ചെറിയൊരു പ്രായത്തിൽ, നമ്മൾ ഈ ഒരു പ്രായം എന്നൊക്കെ നമ്മൾ പറയുന്നത് 14 വയസ്സെന്നൊക്കെ പറയുന്നത് കളിച്ച് നടക്കുന്ന ഒരു ടൈമാണ് അല്ലേ. ഈ ഒരു സമയത്ത് സ്വന്തമായിട്ട് ഒരു റോബോട്ട് നിർമ്മിച്ചു. ഇതിന്റെ വിശേഷങ്ങൾ, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. പല മാറ്റങ്ങളും തോമസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ചിട്ട്. എന്താണ് ഇതിന്റെ വിശേഷം നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ 14 വയസ്സുകാരൻ തോമസ്. ഇത് എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ? നമുക്ക് ആദ്യം അത് കണ്ടിട്ട് ബാക്കിയുള്ള മോന്റെ വിശേഷം നമുക്ക് അതിന് ശേഷം അറിയാം. ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റോബോട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മോൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ റോബോട്ടിനകത്ത് മോഷൻ സെൻസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഏത് സൈഡിൽ നിൽക്കണ അവിടുത്തെ മോഷൻ അനുസരിച്ച് ഇതിന്റെ തല തിരിക്കാൻ പറ്റും. അതെങ്ങനെയാ, ഒന്ന് കാണിച്ചു തരും എനിക്ക്. ഇപ്പോൾ എൻ്റെ കൈ ഈ മോഷൻ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ സൈഡിൽ കൂടെ വന്നെങ്കിൽ ഈ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു വരും. വാവ്, അത് അങ്ങനെ തന്നെ തിരിഞ്ഞു വന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ചലിക്കുന്നതിനനുസരിച്ചിട്ടാണോ അത് മാറുന്നത്? അതെ, നമ്മുടെ മോഷൻ സെൻസ് ചെയ്തിട്ടാണ് ഇത് തിരിയുന്നത്. ഇതെങ്ങനെയാണ് ഇത് സെറ്റ് ഇത് അർഡീനോയിലാണ് ഞാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം റാസ്ബെറി പൈ എന്ന് പറഞ്ഞൊരു ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വേറെ എന്താ ഇത് ചെയ്യുന്നത്? പിന്നെ നമുക്ക് ഈ ലോകത്തുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ഉത്തരം ഇതിന് പറയാൻ പറ്റും. ലോകത്തിൽ എന്ത് ചോദിച്ചാലും ഇത് 1ാം ക്ലാസ് തൊട്ട് MBBSന്റെ ചോദ്യങ്ങളായാലും ഇതിന് ഉത്തരം പറയാൻ പറ്റും. ഹു ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? As of my last update in January 2022, the Prime Minister of India was Narendra Modi. However, please note that political positions can change. Who is the Chief Minister of Kerala? As of my last update in January 2022, the Chief Minister of Kerala was Pinarayi Vijayan. What is photosynthesis? Photosynthesis is the process by which green plants, algae, and some bacteria convert light energy from the sun into chemical energy stored in glucose, a type of sugar. This process is vital for life on Earth as it is the primary way in which energy enters the food chain. Which are the medicines I can take for headache? For headaches, you can consider taking over-the-counter medications such as ibuprofen, Advil, Motrin, a non-steroidal anti-inflammatory drug NSAID that can help relieve headache pain and reduce inflammation. It's important to consult with a healthcare professional before taking any new medication for headaches. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ഉണ്ട്. ഇവിടെ ഒരു ക്യാമറ ഉണ്ട് അല്ലേ? ഈ ക്യാമറ നമ്മുടെ ഫോണായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ സ്ഥലത്തില്ലാത്തൊരു സമയമാണെങ്കിൽ ഈ ക്യാമറ ഈ കൂടെ ഏതെങ്കിലും ആരെങ്കിലും ഇല്ലാത്ത കള്ളൻ എങ്ങാനും കയറി വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ കൂടെ ഈ ആപ്പിൽ കൂടെ ഇത് കാണാൻ പറ്റും. ദൂരെ നിന്നിട്ട് കാണാൻ പറ്റും. അതെങ്ങനെ ദൂരം എന്ന് പറഞ്ഞാലും വിദേശത്തൊക്കെ ഇരുന്നിട്ട് കാണാൻ പറ്റും? അതെ, നമുക്ക് ഈ ലോകത്തുള്ള എവിടെ നിന്നാലും ഇത് കാണാൻ പറ്റും. അത് ശരി. അപ്പോൾ ഈ ആപ്പിനകത്ത് നമ്മളിപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ അറിയിക്കണം. ഇതിന്റെ മറ്റേ സ്പീക്കർ റിലേറ്റീവ്സിന്റെ വീട്ടിൽ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോണിൽ നിന്ന് തന്നെ ഇത് കണ്ടിട്ട് ഈ സ്വിച്ച് വെക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ അലാറം അടിക്കും. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ പറഞ്ഞ അലാറത്തിന്റെ ഫീച്ചർ പോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാമറയെ കൂടെ കാണുമ്പോൾ നമുക്ക് കള്ളനെല്ലാം കാണാൻ പറ്റുമെന്ന്. ആ ഫീച്ചറിനകത്ത് നമ്മുടെ ഫോണിൽ ആക്സസ് ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തു നിന്നായാലും നമുക്ക് ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ റോബോട്ട് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്നെ മോന് ദൂരെ നിന്നിട്ട് കാണാൻ പറ്റും? പറ്റും. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നാലും ഇവിടെ നിൽക്കുന്ന ആൾക്കാരെയും അതെനിക്കൊന്ന് കാണിച്ചത്. മോനെന്നാ അവിടുന്ന് ദൂരത്തോട്ട് പോകും, ഞാൻ ഇതിന്റെ അടുത്ത് നിൽക്കാം. എന്നിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം ഒന്ന് കാണാം. ആളെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. എന്നെ ഇപ്പൊ അതിൽ കാണുന്നുണ്ട്, മൊബൈലിൽ കാണുന്നുണ്ട്. അതെ. ആണോ? ഒന്ന് ക്യാമറ ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചേ, എന്നെ ഒന്ന് കാണിച്ച്. ഞാനും റോബോട്ട് കൂടെ നിൽക്കുന്നത്. യെസ്, ഞാനിവിടെ നിൽക്കുകയാണ്. ഓൾറെഡി ഞാനിപ്പോ അതിൽ എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ അലാറം കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത് അല്ലേ? ഇതുവരെ നമ്മുടെ റോബോട്ടിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് തോമസിന്റെ വിശേഷം അറിയാനുള്ളത്. ഇങ്ങനെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? സ്കൂളിലെ സയൻസ് എക്സിബിഷന്റെ സമയത്ത് സോഫിയനെ പോലത്തെ റോബോട്ടുകളെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഇങ്ങനെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുന്നു.
അപ്പോൾ ആ ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു റോബോട്ടാണ് ഈ റോബോട്ട്. ഏത് ക്ലാസ്സിലായിരുന്നു അന്നേരം ആ ടൈം? അന്ന് ഞാൻ 9ാം ക്ലാസ് സ്റ്റാർട്ടിങ്ങിലായിരുന്നു. 9ാം ക്ലാസ് തുടക്കത്തിൽ അതെ. ഒരു 14 വയസ്സ്, ആദ്യം പറയുന്നത് 14 വയസ്സുകാരൻ. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു റോബോട്ട് ഉണ്ടായിരുന്നത്? അല്ല, ഇതിനു മുമ്പ് ഒരു റോബോട്ട് ഉണ്ടായി, അതിന് അഡ്വാൻസ്ഡ് ആക്കി ഇപ്പൊ ഇങ്ങനെ ആക്കിയേക്കുന്നതാണ്. ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തു. ഇങ്ങനെ ചെയ്തപ്പം സ്കൂളിലുള്ള നമ്മുടെ മാഷുമാര് അല്ലെങ്കിൽ കുട്ടികളൊക്കെ എന്ത് പറഞ്ഞു? എല്ലാരും കണ്ടപ്പോ ഞെട്ടാണ് ചെയ്തത്. റോബോട്ടിനെ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ് സ്കൂളിൽ ആദ്യത്തെ ഒരു സംഭവം. അതിനുശേഷം മോനിപ്പം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ അവർക്ക് ഈ റോബോട്ടിന്റെ എല്ലാം പ്രൂഫ് അടക്കം എല്ലാം അയച്ചു കൊടുത്തു. 18 വയസ്സിന് അടിയിലായതുകൊണ്ട് അവര് ഇങ്ങോട്ട് വരണ്ട, വീഡിയോ പാരന്റ്സ് സഹിതമുള്ള അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ കോള് വന്നു, വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത്. സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ലഭിച്ചു കഴിഞ്ഞു. കാരണം ഇതൊരു അപൂർവം എന്ന് മാത്രമല്ല, ഈ ഒരു ഏജിൽ ചെയ്യുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു സന്തോഷം ഇവിടെ നാട്ടുകാരൊക്കെ ആഘോഷിച്ചോ? എല്ലാവരും ആഘോഷിച്ചോ? കുറെ പേരൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ടായി. കുറെ പേരൊക്കെ വിളിച്ചൊക്കെ പറഞ്ഞു കൺഗ്രാജുലേഷൻ. പത്രത്തിലൊക്കെ വന്നോ? അതെ, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായി. പത്രത്തിലൊക്കെ വന്നു, ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അതെ. ഇനിയിപ്പോ ഈ ഒരു റോബോട്ടിന്റെ പുതുതായിട്ട് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്ലാനിംഗ് ഉണ്ടോ മനസ്സിൽ? ഉണ്ട്. ഇപ്പൊ നടക്കാണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യര് നടക്കണ പോലെ തന്നെ നടത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുള്ള വർക്കിലാണ് ഞാനിപ്പോ. മനുഷ്യൻ നടക്കുന്ന പോലെ നടക്കാനുള്ള ഒരു പരിപാടിയിലുള്ളത്. ഇപ്പൊ തല മാത്രമാണ് നമ്മളിപ്പോ ഒരു മൂവ്മെന്റ് ഉള്ളത് ഇതിലിപ്പോ. അപ്പം കാലൊക്കെ കൊടുത്തിട്ട് ഇതിനെ നടത്തിക്കും. അങ്ങനത്തെ ഒരു ഇതിനകത്താണ് ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഇതിനകത്ത് ഫ്യൂച്ചറിനകത്ത് എനിക്ക് ഡോക്ടർമാർക്കൊക്കെ ഹെൽപ്പ് ചെയ്യണ പോലെ ഈ വൈറസ് ഒക്കെ വരുമ്പോൾ, കൊറോണ കണ്ടു നമ്മള്, അതുപോലെ തന്നെ കോണ്ടാക്ട് ഡെഡ്ലി ആയിട്ടുള്ള വൈറസ് വരുമ്പോൾ ഡോക്ടർമാർക്ക് ഒരു ഇൻഫെക്ഷനും വരാത്ത രീതിയിൽ ഇതേ റോബോട്ടിനെ കൊണ്ട് മെഡിസിനൊക്കെ സെർവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിന് ഏകദേശം കുറേ മെഡിസിനുകൾക്കൊക്കെ അറിയാം, കോമൺ ആയിട്ടുള്ള കുറേ മെഡിസിൻ അറിയാം. അപ്പോൾ ഈ റോബോട്ടിനെ വെച്ച് നമുക്കത് സെർവ് ചെയ്യിക്കുകയും പേഷ്യൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയും എല്ലാം ചെയ്യാൻ പറ്റും. അതും കൂടി മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള രീതിയിലേക്കും കൂടി ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം മോർണിംഗിൽ ഒന്ന് ചെയ്തത് മാത്രമല്ല, പലർക്കും ഗുണകരമാകുന്ന രീതിയിലേക്ക് റോബോട്ടിനെ വളർത്താനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഫ്യൂച്ചറിൽ ആലോചിച്ച് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇനിയിപ്പം ബാക്കി ഫ്യൂച്ചർ ആയിട്ടുള്ള പഠനവും കാര്യങ്ങളൊക്കെ? എനിക്ക് 11th സ്ട്രീമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് PhD റോബോട്ടിക്സിൽ എടുക്കണം എന്നാണ് ആഗ്രഹം. ഇതിന്റെ ഈ റൂട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടും തെന്നി മാറാതെ അല്ലേ? ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മോന് പല രീതിയിലുള്ള സപ്പോർട്ട് പലയിടത്തും ആവശ്യമുണ്ടാവും. അങ്ങനെ സപ്പോർട്ടൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്? ഈ റോബോട്ടിനെ പ്രൊജക്ട് ചെയ്യാനുണ്ടെങ്കിൽ അമ്മയുടേന്ന്, അമ്മാമ്മയുടേന്ന്, വല്യപ്പൻ്റെന്ന്, പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അപ്പാപ്പനും കുറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സവിത മിസ്, പിന്നെ ഫ്രണ്ട്സ് അശ്വിൻ, നവനീത്, അശ്വമേധ്, ഇവരൊക്കെ കുറെ സഹായിച്ചിട്ടുണ്ട് ഇതിനൊക്കെ എൻകറേജ് ചെയ്തുണ്ടാക്കാനായിട്ട്. റിലേറ്റീവ്സിന്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ എല്ലാത്തിന്റെ മുകളിൽ ദൈവത്തിന്റെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത്രയാണ് തോമസിന്റെയും റോബോട്ടിന്റെയും വിശേഷങ്ങള്. എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ അടിപൊളി അല്ലേ? മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല, പിന്നെ എന്തിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തോമസ് ഇപ്പൊ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ റോബോട്ടിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് റോബോട്ടിലേക്ക് വരുത്താൻ ഈ തോമസ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെയാണ് തോമസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? എന്തായാലും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.